എന്തോ കണ്ടോണ്ടാണോ എന്നെ കുലസ്ത്രീ എന്ന് പറയുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എന്റെ മക്കളെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇൻസ്റ്റ ഒന്ന് തുറന്നു. അപ്പോൾ ഒരു കൊച്ചു മെസ്സേജ് അയച്ചേക്കുന്നത്, ചേച്ചി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ചിലയിടത്ത് പുക, ചിലയിടത്ത് എന്തൊക്കെയോ. അങ്ങനെ ഞാൻ ലിങ്ക് തുറന്നു നോക്കിയപ്പോൾ ഏതോ ലാപ്പിൽ എന്നെ കുറിച്ചൊക്കെ ന്യൂസ്, അതിന്റെ അടിയിൽ കുറെ പേര് വന്ന് നിന്ന് ചടച്ചടച്ചേന്നൊക്കെ സംസാരിച്ചേക്കും കേട്ടോ. ഞാൻ കുലസ്ത്രീയാണത്രേ. ഞാൻ കുലസ്ത്രീ ഒന്നും അല്ല. എന്തോ ഫുഡ്, ഷീച്ചേട്ടൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചതിനെ കണ്ട എല്ലാവരും കൂടെ കിടന്ന് നെഗറ്റീവ് ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ഷീച്ചേട്ടൻ കഴിക്കുന്നതിൻ്റെ ബാക്കി കഴിക്കും, എൻ്റെ അമ്മ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കും, ഏട്ടൻ്റെ അമ്മ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കും, എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കും. ഇവരെൻ്റെ അപ്പുക്കുട്ടൻ്റെ ബാക്കി വരെ ഞാൻ കഴിക്കും. ഇവരെല്ലാവരും ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയും കഴിക്കും. ഇതെന്താ അതിന് തിരിച്ച് ചിന്തിക്കാത്തത്? ഞാൻ കഴിച്ചാൽ കുറ്റം, അവർ കഴിച്ചാൽ കുഴപ്പമില്ല. എന്തൊക്കെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് അപ്പുക്കുട്ടനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പുക്കുട്ടനും ഏട്ടനും ഒക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പതുക്കെ 6:30 ഒക്കെ ആയിട്ടാട്ടോ എഴുന്നേറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പോയി നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും അല്ലെങ്കിൽ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ വിചാരിച്ചു വീട്ടിലോട്ടെങ്ങാനും പോകാം. ഞായറാഴ്ച ആകെ ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഏട്ടനവധി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണം. കാരണം ഒരാഴ്ച വീട്ടിലിരുന്ന് എനിക്ക് വീടിൻ്റെ അടിയിൽ നിന്നിട്ട് അപ്പോട്ട് വേര് കിളിച്ച്. ഇനി ആ വേര് മുറിച്ചിക്കണം ഇന്ന് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട്. നല്ല സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് ഞാൻ സിനിമയൊന്നും അങ്ങോട്ട് കണ്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്ത് സിനിമ കാണാനെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം, അത്രേ ഉള്ളൂ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റപ്പോൾ അച്ഛനും മോനും കൂടെ ഉറങ്ങുന്ന കണ്ടിട്ട് സന്ധിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി കേട്ടോ. പിന്നെ ആകെ ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ, രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഫ്ലാഷ് ഒക്കെ ഓഫ് ചെയ്തിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ച് നേരെ വാഷ് ബേസിൻ്റെ മുന്നോട്ട് വന്നു. എൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ സന്തൂർ മമ്മി അന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്ന ഫ്ലോയിലൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് ദൈവമേ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. എന്തായാലും ഇപ്പോൾ ട്രോളുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ മുഖമൊക്കെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ മോയ്സ്ചർ ഇടാറില്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും സമയം ഉണ്ടായതുകൊണ്ടും ഞാൻ ഡോട്ട് ആൻഡ് ഗീയുടെ കുറച്ച് മോയ്സ്ചർ എടുത്ത് മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എന്തിൻ്റെ സൂക്കേടാണ് എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോവുക. അപ്പോൾ പിന്നെ ഇതിടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അത് തേച്ച് ഒന്ന് ഭംഗിയാക്കിയിട്ട് പൊട്ടും ഇട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുറ്റത്തിറങ്ങുന്നത് എന്തിനാ? പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മേക്കപ്പൊക്കെ ഇട്ടിട്ടാണോ ഇനി പല്ല് തേക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്ക് ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കഥക് തുറന്നപ്പോൾ ആദ്യം ഞാൻ സൗണ്ട് ഇട്ടിട്ട് പെട്ടെന്ന് പേടിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അകത്ത് വന്ന് കിടക്കുകയായിരുന്നു. ഏട്ടനാണെങ്കിൽ ബാക്കിലെല്ലാം ഗ്രില്ലിട്ടേക്കും കേട്ടോ, പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പട്ടി അപ്പുറത്തെ വീട്ടിലെ മതിൽ ചാടിയാൽ വരുന്നതെന്ന് മനസ്സിലായി. ഇനി ആ സൈഡിൽ ഗ്രില്ലിടണം. ഇപ്പോൾ ഏട്ടനെ എഴുന്നേറ്റ് വന്ന് കണ്ടെങ്കിൽ ഇവനിപ്പോൾ ഏറ് കൊണ്ടേനെ. കാരണം എവിടെയൊക്കെ പോയ പട്ടിയാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ ചില പട്ടികളൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞാൻ ഈ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പല്ല് തേക്കാൻ പോവാണ് ഗൈസ്, പല്ല് തേക്കാൻ പോവാണ്. അയ്യോ ഗൈസ് അല്ല കേട്ടോ, പല്ല് തേക്കാൻ പോവാണ് കുട്ടികളെ. അപ്പം ഞാൻ ഞായറാഴ്ച അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പിന്നെ സമയമുണ്ടല്ലോ. പെരക്കകത്ത് പെട്ടെന്ന് ധൃതിയൊന്നും കൂട്ടണ്ട. അതുകൊണ്ട് പതുക്കെ കാമായിട്ട് എഴുന്നേറ്റ് വന്ന് എൻ്റെ മുടി ഒത്തിരി കയറിപ്പോയില്ലേ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോൾ ഹെയർ കട്ട് കെട്ടിയാലും ഇങ്ങനെ തന്നെ. പിന്നെ വളർന്നിറങ്ങുമ്പോഴാട്ടോ ഭംഗിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ പതുക്കെ കാമായിട്ട് വന്നിട്ട് ബ്രഷും എടുത്ത്, എൻ്റെ പുതിയ ബ്രഷ് അതുകൊണ്ട് എത്ര വൃത്തിയായിട്ടെങ്കിലും ഇരിക്കുന്നത്. എങ്കിലും അത് കണ്ടോ, എനിക്ക് കാണിക്കുന്ന ഇഷ്ടമല്ല ഇപ്പം. പക്ഷേ ഇച്ചിരി ചമ്മലൊക്കെ കുറഞ്ഞു കേട്ടോ. എഴുന്നേറ്റ് വന്നിട്ട് ഇതിങ്ങനെ നോക്കി ഇവിടെ മാവിൻ്റെ അടിയിലൊക്കെ നിന്ന് പല്ല് തേക്കും. ഇടയ്ക്ക് വെച്ച് ഞാനിത് കുറച്ചായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാമായിട്ട് പ്രകൃതി രമണി ആസ്വദിച്ചുകൊണ്ടിരുന്ന സീച്ചട്ടനെ പുഴുവാട്ടിയിട്ട് മൊത്തത്തിൽ ചൊറിഞ്ഞു കയറി. അതുകൊണ്ട് ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു. പക്ഷേ ഞാൻ ചെടിയുടെ അടുത്തോട്ടൊന്നും പോകുന്നില്ല. ഞാനിവിടെ നിന്നല്ല ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പുറത്തെ അയ്യോ ഇല്ലേ, കാണിച്ചു തരാം. അയ്യം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. എനിക്ക് പക്ഷേ സങ്കടമുണ്ട്. പക്ഷേ ആ ഇല മൊത്തം അപ്പുറത്തെ ചേച്ചിയുടെ പറമ്പിൽ കിണറ്റിലോട്ട് മൊത്തം വീണ് ആകെ സീനാണ്. കഴിഞ്ഞ ദിവസം ഒരു പാമ്പൊക്കെ ഓടിക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഞ്ചായത്തിൽ എന്തോ കൊണ്ട് കൊടുത്തു. എന്നിട്ടത് ക്ലീൻ ചെയ്യാൻ ഇന്ന് ആൾ വരുമെന്നാണ് പറഞ്ഞത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ടെന്ന് വെച്ചാൽ അതുങ്ങൾക്കും ജീവിക്കണ്ടേ. അപ്പം അയ്യത്തോട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അവരെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്ങനെ കിടക്കുന്നത് നമുക്കിപ്പോൾ തൂക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ മിറ്റ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന്. വിചാരിച്ചില്ലെങ്കിൽ ഞാനങ്ങ് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൂത്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫുൾ ആരോഗ്യം എടുത്ത് ഞാൻ തൂക്കേണ്ടി വരും. അതുകൊണ്ട് വെയിലൊക്കെ തെളിഞ്ഞ് ഒന്ന് ഉണങ്ങിയിട്ടേ എനിക്ക് ഇവിടെ തൂക്കാൻ പറ്റുള്ളൂ കേട്ടോ.
എൻ്റെ ബ്രഷ് പല്ല് തേച്ച് കുളമാവുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് നേരം നിന്ന് ബ്രഷൊന്നും ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ബ്രഷൊക്കെ കാക്കക്കുളി എന്ന് പറയുന്ന പോലെ കാക്കപ്പല്ല് തേപ്പാണ്. പെട്ടെന്ന് പല്ല് തേച്ചിട്ട് ഞാൻ അകത്ത് കയറി പോകും കേട്ടോ. ഏട്ടൊക്കെ ആണെങ്കിൽ ചില സമയം 15 മിനിറ്റൊക്കെ എടുത്ത് ഗാഢമായിട്ട് നിന്ന് പല്ല് തേക്കുന്ന കാണാം. പക്ഷേ എനിക്കൊക്കെ അതൊന്നും പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് പല്ല് തേച്ചിട്ട് ഞാൻ അകത്ത് കയറി പോകും. 2 ദിവസത്തെ ന്യൂസ് പേപ്പർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുതിയ ഷൂറാക്കാണ് അത് വാങ്ങി വച്ചേക്കുമല്ല, നമ്മൾ പണിയിപ്പിച്ചേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ഫാബ്രിക്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ പണിയിപ്പിച്ചേക്കാണ്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഞാൻ അകത്ത് വെച്ചിട്ട് നേരെ പല്ലൊക്കെ തേച്ചത് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങ് വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മുഖമൊക്കെ നന്നായിട്ട് അങ്ങ് കഴുകി കേട്ടോ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എന്തിനാ ഈ മോയ്സ്ചർ ക്രീം തേച്ചതെന്ന് എനിക്ക് അറിയത്തില്ലെന്നത്. അത് ഇപ്പം കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അപ്പം തേച്ചത്. എന്തോ ഒരു പ്രത്യേക തരം സൈക്കോയാണെന്ന് പറയാം. അങ്ങനെ ഞാൻ ക്ലിപ്പ് തപ്പുവാണ് കേട്ടോ. എവിടെയോ ക്ലിപ്പ് വെച്ചു. എൻ്റെ വീട്ടിൽ ക്ലിപ്പ് എവിടെ വെച്ചാലും അത് അപ്രതീക്ഷയായി പോകുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ തപ്പലിന് ശേഷം ക്ലിപ്പ് കണ്ടുപിടിച്ചിട്ട് നേരെ കുളിക്കാൻ വേണ്ടി ഡ്രസ്സും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ കഥകിൽ ഈ പാൻറ്റ് ഇങ്ങനെ തൂക്കിയിടല്ലേന്ന് എത്ര പറഞ്ഞാലും സീച്ചേട്ടൻ കേൾക്കത്തില്ല കേട്ടോ. പിന്നെ ഞാനത് ബാക്കിൽ ഹാങ് ചെയ്തിട്ടിട്ട് നേരെ കുളിക്കാൻ വേണ്ടി അങ്ങ് കയറി. മഴയൊക്കെ ആയതുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, വെള്ളത്തിന് നല്ല കൊടും തണുപ്പായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കോരി ഒഴിക്കുന്ന പോലെ ഇരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ആ ഇട്ട ഡ്രസ്സെല്ലാം ഞാൻ നനയ്ക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കഴുകുന്നത് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ്. കാരണം അപ്പോഴത്തേനെ നനയ്ക്കാറൊക്കെ ആകത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ പൊക്കി എടുത്തോണ്ട് ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ സമയം കണ്ടോ 6:30 എഴുന്നേറ്റ ഞാനാണ്. 7:30 ആയിട്ടുണ്ട്. പുറത്തൊക്കെ വായി നോക്കി നിന്നാണ് കേട്ടോ ഈ സമയമെല്ലാം പോകുന്നത്. പിന്നെ ധൃതിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളിവിടെ സോപ്പ് പൊടിയായിരുന്നു കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന 6 മാസം കൊണ്ടാണ് നമ്മളിങ്ങനെ ലിക്വിഡാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ. അപ്പം ഞാനിങ്ങനെ എല്ലാം ഇട്ടിട്ട് കണക്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് പൈപ്പ് കണക്റ്റ് അല്ലെന്ന് മനസ്സിലായത്. പണ്ട് എനിക്ക് പൈപ്പ് ഇടാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു സേട്ടനാണ് കാണിച്ചു തന്നത്. അങ്ങനെ അത് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ താഴെ പോയി ജോലി ചെയ്യുമായിരിക്കും, പക്ഷേ വെള്ളം തുറന്ന് താഴെ വീണ് പോകും. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഓരോ തുണിയും എടുത്ത് അതിൻ്റെ അകത്തോട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ അടുത്താണ് സാധാരണ ലിക്വിഡ് വയ്ക്കാറുള്ളത്. പക്ഷെ അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ പുതിയ ലിക്വിഡ് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരടപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് സമയത്താണ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഇനിയും കയറി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കംഫർട്ടും കൂടെ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തുണിക്കൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്കിൽ പിന്നെ ചെടിക്കും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബക്കറ്റും എടുത്തുകൊണ്ട് ചെന്നു. നമ്മുടെ പഴയ ഇളക്കിയ വാഷ് ബേസിന് അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് കപ്പിൽ മാത്രം പിടിച്ച് ബക്കറ്റിലോട്ട് ഒഴിച്ചൊഴിച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റുന്നുള്ളായിരുന്നേ. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഞാൻ അകത്ത് നിന്ന് ബാത്റൂമിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അതുകൊണ്ടൊന്ന് ചെടിക്കെല്ലാം ഒഴിക്കാൻ തുടങ്ങി. എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ചെടികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കിളിച്ച് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ നല്ല രീതിക്ക് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴത്തതെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലത്തെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ബക്കറ്റ് പിടിക്കുക. അത് ഞാൻ എളുപ്പപ്പണി ചെയ്തു കേട്ടോ. മുകളിലോട്ട് 2 ബക്കറ്റ് വെള്ളം വേണം. അപ്പം ഞാൻ അകത്തെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അത്രയും കൂടെ ചുമക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട് പോകുന്ന വെള്ളം പൈപ്പ് തുറന്നിട്ട് അതിൽ നിന്ന് പിടിച്ച് പിന്നെ ഞാനത് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. കുറച്ച് വെള്ളം കൊണ്ടുപോകാന്ന് വിചാരിച്ചതാ. പക്ഷെ വേണ്ട, സമയമില്ലാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു ഞായറാഴ്ചയല്ലേ അപ്പുക്കുട്ടൻ കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന്. പിന്നെയാണ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പുക്കുട്ടന് കരാട്ടെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ അടുത്ത ബ്ലഡ് ടെസ്റ്റ്, കളർ ബെൽറ്റിൻ്റെ ടെസ്റ്റ് വരികയാണ്. അപ്പോൾ അത് ഇന്നാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി മെസ്സേജ് വന്നതാണ്. ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര മറവിയാണ്. പിന്നെ ഫോൺ എടുത്തപ്പോഴായിട്ടോ എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ 9 മണിക്ക് അവിടെ കൊണ്ടു ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് ചെടിക്കൊക്കെ അങ്ങ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഇത്രയും ചെടികളൊക്കെ മുകളിൽ സീച്ചേട്ടൻ്റെ കലാപരിപാടിയാണ്. താഴെ ഒന്നും പോരാഞ്ഞിട്ട് ഏറ്റവും മുകളിൽ കൊണ്ട് വച്ചേക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മണി പ്ലാന്റ് തൂക്കിയത് പിന്നെ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയിട്ട് മണി പ്ലാന്റിന് വെള്ളം ഒഴിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് ഉണങ്ങി പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വെള്ളം ഒഴിക്കും. പിന്നെ ബോഗൻവില്ലയ്ക്കൊക്കെ നമ്മൾ 4 ദിവസം 5 ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചാൽ മതി. കാരണം അതിന് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് പൂക്കൾ പിടിക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം മതി കേട്ടോ. രാവിലെ എഴുന്നേക്കാത്തവരാണ് നിങ്ങളെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ അത് കേൾക്കാൻ. പ്രത്യേകിച്ച് നമ്മളങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കൂ. പക്ഷേ ഇതുപോലെ ഫോണിൽ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എല്ലാ സൗണ്ടുകളും എനിക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ ഡോർ അങ്ങ് അടച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഞാനിങ്ങനെ അടയ്ക്കാറില്ലായിരുന്നു. പക്ഷേ എലിശല്യമുണ്ട്. അതുകൊണ്ട് അകത്തോട്ട് ഇനി എലി കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ടു. നേരെ എൻ്റെ തട്ടകത്തിലേക്ക് അങ്ങ് കയറാണ്. ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ദോശമാവിലൊക്കെ ഞാൻ അരച്ച് വെച്ചേക്കുന്നുണ്ടായതുകൊണ്ട് സാമ്പാർ മാത്രം രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ തീരും. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പെടുത്തിട്ട് അത് കുറച്ച് നേരം 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അരിയാണെങ്കിലും സാമ്പാർ പരിപ്പാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിരിക്കും കേട്ടോ. കുതിരിക്കും.
ഇന്നലെ വെച്ച ചോറ് കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് ഇന്ന് അരി വേവിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ സാമ്പാർ പരിപ്പ് ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി അതും അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് ചൂരയായിരുന്നു കിട്ടിയത്, നല്ല വെള്ളച്ചൂരയായിരുന്നു. അപ്പോൾ അതും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ചങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഇത്രയും സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്ത് തൂക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. സാധാരണ ഞാൻ ഈർക്കിലി ചൂലും കൊണ്ടാണ് തൂക്കാറുള്ളത്, പക്ഷേ ഇന്ന് കമന്ന് കിടന്ന് തൂക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ നോർമൽ ചൂലും കൊണ്ടാണ് കേട്ടോ തൂക്കുന്നത്. ഇത് മുറ്റം തൂക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. പെരയ്ക്കകം തൂക്കാനായിരുന്നു ആദ്യം ഉപയോഗിക്കുന്നത്, പക്ഷേ ഇത് കറക്റ്റില്ല, ഒരു പ്ലാസ്റ്റിക് പോലത്തെ കേട്ടോ. അപ്പോൾ ഇത് മുറ്റം തൂക്കാനാണ് ഒന്നുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ട് മുറ്റം തൂക്കാൻ വേണ്ടി അങ്ങ് എടുത്തു. അപ്പോൾ ഞാൻ സാധാരണ മുറ്റം തൂക്കുമ്പോൾ ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ ഫ്രണ്ട് മുകളിൽ കവർ ചെയ്തിട്ടിരിക്കുന്ന ചെരുപ്പും കൊണ്ടാട്ടോ തൂക്കുന്നത്. ഇപ്പോൾ അത് കണ്ടില്ല. പിന്നെ ഇതിലാവുമ്പോൾ ഒരുപാട് പൊടി കാലിലോട്ട് തെറിക്കാത്തതുകൊണ്ട് ഇതിട്ടങ്ങ് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. ഒരുപാട് കരിയിലൊന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചെടികളുടെ കരിയില മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ കിടക്കുന്നത്. അപ്പം ഞാനതെല്ലാം തൂത്ത് കൂട്ടിയിട്ട് പേപ്പറിനകത്ത് പൊതിഞ്ഞ് അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ മൂലയ്ക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ റോഡിലോട്ട് അങ്ങ് തൂക്കുമായിരുന്നു. അങ്ങനെ സീച്ചാൻ എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. ഞാൻ എളുപ്പപ്പണി ഞങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം തൊട്ട് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞെടുത്ത് നമ്മുടെ ആ ഒരു സൈഡിൽ മൂലയ്ക്ക് ഇതുപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടി സ്ഥലമുണ്ട്, അവിടെ കൊണ്ടങ്ങ് ഇട്ടു കേട്ടോ. എന്നിട്ട് പെരയ്ക്കകത്ത് വന്ന് ചൂര് പിടിച്ചതല്ലേ, അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഇതാക്കിയിട്ട്. അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് കെട്ടി ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ്. പിന്നെ കാണുന്നവരുടെ കണ്ടിൽ ഞാൻ ചിലപ്പോൾ സുന്ദരിയായിരിക്കാം, ചിലപ്പോൾ എന്നെ കാണാൻ കൊള്ളത്തില്ലായിരിക്കാം, ചിലപ്പം ഞാൻ ആവറേജ് ആയിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കും. പക്ഷേ ഞാൻ സുന്ദരി തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടിയൊന്നുമില്ല, കുറച്ച് ചന്ദനവും കുറച്ച് ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്ത് ചുണ്ടിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഓടി അടുക്കളയിൽ വന്നപ്പോഴത്തേനും ഞാൻ മീൻകറിയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കേട്ടോ. തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. എന്നിട്ട് നേരെ സാമ്പാർ കഷ്ണം വയ്ക്കാൻ വേണ്ടി പോവുക. സാമ്പാർ കഷ്ണമല്ല, സാമ്പാർ വയ്ക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, മത്തങ്ങ, 2 തക്കാളി, 1 ക്യാരറ്റ്, പിന്നെ കുറച്ച് അമരക്ക ഉണ്ടായിരുന്നു, 1 ഉരുളൻകിഴങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ സാമ്പാറിൽ പുളി ഒഴിക്കാത്തതിൻ്റെ കാരണം ഓൾറെഡി 2 തക്കാളി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പുളി അതിലുണ്ട്, അതുകൊണ്ടാണ് പുളി ഒഴിക്കാത്തത്. കാരണം ഇവിടെ ഏട്ടനൊന്നും പുളിയൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തക്കാളി 2-3 എണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുളിയുടെ ആവശ്യം വരുന്നില്ല, ഇല്ലെങ്കിൽ ഓവർ പുളിയായി പോകും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ചെത്തി വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞിട്ട് ആ ചെത്തിയ വേസ്റ്റ് എല്ലാം അപ്പം തന്നെ പുറത്ത് കൊണ്ട് കളയുന്നുണ്ട്. കാരണം മഴയായതുകൊണ്ട് നമ്മൾ അകത്ത് വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിറച്ച് ഈച്ചയും കണ്ണീച്ചയൊക്കെ കയറും. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ കൊണ്ടുപോയി കഴുകി കളഞ്ഞിട്ട് അവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. ആ ഒരു സമയം കൊണ്ട് അരി തിളച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങ് ഊറ്റി സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഒരുവിധമുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചൂടോടെ ദോശ ചൂടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നമ്മുടെ ദോശക്കല്ല് എങ്ങനെ ഇത്രയും നല്ല പോലെ നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കുന്നതെന്നൊക്കെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അതിൻ്റെ കാരണം ഞാൻ ദോശ മാത്രമേ ചൂടാറുള്ളൂ. അതെന്താ ദോശയിൽ പിന്നെ അവിയൽ ഉണ്ടാക്കുമോ എന്ന് ഇപ്പോൾ കുറച്ച് പേര് ചോദിക്കും. അതായത് നമ്മൾ ദോശക്കല്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലർ അതിൽ ചപ്പാത്തി ചൂടും, നമ്മുടെ അളുക്കുളുക്ക് സാധനങ്ങളെല്ലാം അതിൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. ദോശക്കല്ല് വേണമെങ്കിൽ ദോശ ചൂടാം, അതല്ലെങ്കിൽ മുട്ട പൊരിക്കാനും നല്ലതാണ്. അല്ലാതെ ചപ്പാത്തി ചൂടാനൊക്കെ പോയി കഴിഞ്ഞാൽ അടിയിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആവേശത്തിൽ ആദ്യത്തെ ദോശ കാണിച്ചത് അത് അങ്ങോട്ടങ്ങ് ചരിഞ്ഞു പോയി. പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ ഏട്ടന് നല്ല മൊരമൊരാന്നുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഏട്ടന് മൊരമൊരാന്നുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പുക്കുട്ടന് സോഫ്റ്റ് നെയ്യ് ഒഴിച്ചും ഉണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല, എനിക്ക് സോഫ്റ്റ് ദോശയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ മുരിഞ്ഞ ദോശ കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചോളും. ഇതെനിക്കുള്ള സോഫ്റ്റ് ദോശ, ഇത് ഏട്ടനുള്ള മൊരിഞ്ഞ ദോശ. ഇനി അപ്പുക്കുട്ടനുള്ള ദോശ ചൂടാൻ പോകുന്നതേ ഉള്ളൂ, അത് നെയ്യ് ഒഴിച്ച് വേണം ചൂടാൻ. ലാസ്റ്റ് അപ്പുക്കുട്ടിൻ്റെ നെയ്യ് ഒഴിച്ച ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് അധികം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്, അവൻ എങ്ങനെ പോയാലും ഒരു ദോശ മൊത്തത്തിൽ കഴിക്കുന്നത് പാടാണ്. അപ്പോൾ അത്രയും നെയ്യൊക്കെ ഉള്ളിൽ ചെന്നോട്ടെന്ന് വിചാരിച്ചാട്ടോ കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുമാണ് കൊടുക്കുന്നത്. അങ്ങനെ സാമ്പാറൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് കടുക് പൊട്ടിച്ചിടുകയാണ്. എൻ്റെ മുളക് പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വറ്റൽമുളക് എപ്പോഴും മുറിച്ച് മാത്രമേ ഇടാവൂ. അതുകൊണ്ട് ഞാൻ മറക്കാത്ത വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്, കരിയാപ്പില ഇട്ടിട്ടില്ല കേട്ടോ, കാരണം മല്ലിയില ഇടാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് കമത്തിയപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി പോയി, ഇനി ബോംബ് സ്ഫോടനം വല്ലതും നടക്കുമെന്ന് ഭയങ്കരമായിട്ടൊന്ന് ഇച്ചിരി തെറിക്കുന്ന പോലെ തോന്നി. പിന്നെ ഒരു പിടിക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുടുസുട സാമ്പാറും റെഡിയായി. ഇനി ഞാൻ അപ്പുക്കുട്ടനെ പോയി ഉണർത്താൻ പോവുകയാണ് കേട്ടോ. ഇതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടേ അപ്പുക്കുട്ടനെ ഉണർത്താൻ വേണ്ടി പോവുള്ളൂ. കാരണം എന്താണെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം. അപ്പുക്കുട്ടൻ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ചിണുങ്ങിയിരിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്നതോറും അതിനിച്ചിരി കുറവുണ്ട് കേട്ടോ. അങ്ങനെ അവനോട് മോനെ ഇന്ന് കരാട്ടയുടെ ബെൽറ്റ് ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു. അപ്പൂനിപ്പോൾ ഒരുപാട് നാളായി കേട്ടോ ഓറഞ്ച് ബെൽറ്റ് കിട്ടിയിട്ട്. പിന്നെ കുറേ ക്ലാസ്
ക്ലാസ്സൊക്കെ മിസ്സായതുകൊണ്ട് നമുക്ക് അത് പോകാൻ പറ്റിയില്ല. അവൻ്റെ കൂടെ വന്നവർക്കൊക്കെ ബ്രൗൺ ബെൽറ്റും ഒക്കെ ആയി തുടങ്ങി. അങ്ങനെ അവനെ എടുത്ത് ഞാൻ കൊണ്ട് പല്ല് തേക്കാൻ ഇരുത്തിയപ്പോൾ അവന് സുസു മുള്ളണമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങി ഓട്ടി കേട്ടോ. അവൻ്റെ എപ്പോഴും ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടുള്ളൂ. ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അവൻ ബാത്റൂമിൽ പോകില്ല. അവൻ ആ പുറത്ത് തുറസായ സ്ഥലത്ത് പോയി നിന്നേ അവൻ പോവുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കുകയാണ്. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഞാൻ അവന് പല്ല് തേപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തില്ല കേട്ടോ. കാരണം പല്ലിൽ പോട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന എന്തുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പേര് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവന് ഒരു നേരമെങ്കിലും ഞാൻ പല്ല് തേച്ച് കൊടുക്കുന്നത്. ഒരു നേരം അപ്പുക്കുട്ടൻ തന്നെ തേക്കും, അത് രാത്രിയായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ദോശയും ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. സാമ്പാറും ഒക്കെ കൊടുത്തപ്പോൾ അപ്പുക്കുട്ടൻ വേറെ ചിക്കൻ കറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചിക്കൻ കറി അല്ല, രാവിലെ നിനക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന കഴിക്കടാന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലും സ്നേഹത്തിലും ഒക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഒരു ദോശ മൊത്തം കഴിച്ചില്ല എങ്കിലും ഒരു 3/4 ഭാഗമൊക്കെ അവൻ കഴിച്ചു. സത്യം പറഞ്ഞാൽ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടൻ ഇന്ന് ബെൽറ്റ് ടെസ്റ്റ് ഉണ്ട്, മറ്റേ കരാട്ടയുടെ. അപ്പോൾ അതിന് കൊണ്ടുപോകണം. അപ്പം ഇന്നലെ കരാട്ട കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടീച്ചറിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ യൂണിഫോം അവിടെ ഊരി വെച്ചേക്കുക. അപ്പോൾ അതും പോയി എടുത്ത് അവനെ ഡ്രസ്സ് ആക്കിയിട്ട് നമുക്ക് കരാട്ടയ്ക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം. പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അപ്പുനെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് നമുക്ക് കൊണ്ടുവിടാം. കിളി ഗീത ചേച്ചിയുടെ വീട്ടിലെ പൈപ്പ് പട്ടി ചാടി പൊട്ടി. ആ വെള്ളമാണ് ഈ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുക്കുട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഇതിൽ കിടന്ന് കളിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എടാ കരോട്ടയ്ക്ക് പോയിട്ട് വന്നിട്ട് കളിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഏട്ടനാണെങ്കിൽ അപ്പുറത്തെ വീടിൻ്റെ മതിലിൽ അവനോട് എടാ പട്ടി ചാടി കയറുന്ന കാര്യം പറയാൻ വേണ്ടി ചെല്ലുക കേട്ടോ. കാരണം എന്താ അവരുടെ മതിലിൽ കണ്ടോ മൊത്തം പാട്, ഇതുവഴിയാണ് പട്ടി അകത്തോട്ട് ചാടി കയറുന്നത്. ഭാഗ്യവാടാ ആന്നടാ ആന്ന്. എന്തായാലും നിന്റെ പേര് ഫേമസ് ആയി. ഇതാണ് കിളി. ടാറ്റാ. അപ്പുന് ബെൽറ്റ് ടെസ്റ്റ് കരാട്ടയുടെ യൂണിഫോം അവിടെ ഇരിക്കുക, വീട്ടിൽ ഇരിക്കുക, അവിടെ പോയി എടുക്കണം. ഓറഞ്ച് കഴിഞ്ഞിനി ഏതാണോ അത്. ഓക്കെ ടാറ്റാ. മയ്യനാട് വെച്ചാൽ മയ്യനാട് വെച്ചാ ടെസ്റ്റ്. വീട്ടിലോട്ട് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് അപ്പുക്കുട്ടന്റെ ബാഗിന്റെ അകത്ത് ഒരു കുപ്പി വെള്ളവും പിന്നെ അവന്റെ ഡയറിയും വേണമായിരുന്നു, അതുകൂടെ ഒക്കെ എടുത്തു വെച്ചു. അപ്പോഴത്തേനും ഗീത ചേച്ചിയുടെ അവിടുത്തെ പൈപ്പ് പട്ടി കറി അങ്ങാണ്ട് പൊട്ടിയതാ. പട്ടിയെ കൊണ്ടൊരു രക്ഷയില്ല. അപ്പുറത്തെ വീടിന്റെ മതിലിൽ നിന്ന് കയറുക. ഇനി അവിടെ ഗ്രില്ലിടണം. അപ്പൊ അത് സെറ്റ് ചെയ്ത് ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോകും. അകത്ത് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടിപ്പോയി അവൻ്റെ ആ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന് തന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചെടി നീ അവിടെ ഇരിക്കുവാണോ, അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞില്ല അമ്മ, അവനെ കൊണ്ടുവിട്ടിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ ബെൽറ്റ് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ അറിയത്തില്ല. നമുക്ക് കാട്ടിൽ മേയാൻ പോകാം. എല്ലാം കുരങ്ങന്മാര് മേയാൻ പോകും. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഈ ബെൽറ്റ് ടെസ്റ്റ് നടക്കുന്നിടത്തോട്ട് ചെന്നു. അപ്പോൾ സ്ഥിരം പോകുന്ന കരോട്ടയുടെ ആ ഒരു ബിൽഡിംഗ് അല്ല കേട്ടോ. അതുകൊണ്ട് അപ്പുക്കുട്ടിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ മുന്നിൽ നടക്ക്, കൈ പിടിച്ച് നടക്കെന്നും പറഞ്ഞ് എന്നെയും വലിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നമ്മുടെ കുട്ടി 2 ട്വിൻസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ വന്നിട്ട് നിർത്തത്തില്ല, പുറത്ത് നിൽക്കാം. ഓക്കെ, ബാഗിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ബാഗ് എവിടെ വെക്കണം? ബാഗ് എവിടെ വെക്കണം? ആ സൈഡിൽ വെച്ചേക്കാം. ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, ഞങ്ങൾ താഴെ ഇരുന്നോളാം കേട്ടോ. ബാഗിൻ്റെ അകത്ത് വെള്ളമുണ്ട്, ആ വെള്ളം വേണമെങ്കിൽ കുടിച്ചോണം. ഓക്കെ, ടാറ്റാ. ടാറ്റതാ ടാറ്റാ. അപ്പുക്കുട്ടനാണെങ്കിൽ 1000 തവണ തിരിഞ്ഞു നോക്കി തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവനോട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം ബെൽറ്റ് ഞാൻ തെറ്റായിട്ട് കെട്ടിക്കൊടുത്തോണ്ട് അത് കറക്റ്റായിട്ട് വന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇറങ്ങി കേട്ടോ, കാരണം അപ്പുക്കുട്ടൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേനും അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇറങ്ങി കാറി കയറി പോവാം കേട്ടോ. ഒന്നെങ്കിൽ ചീച്ചാൻ്റെ വീട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോകും. രണ്ടിൽ എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ ഫാൻ ഇടുന്നില്ല, എനിക്ക് ഭയങ്കര ചൂട്. അത് മാത്രമല്ല അവൻ്റെ തല ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞങ്ങ് നിൽക്കുക. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ മാറിയിരിക്കുന്നതാണ് വിചാരിച്ചത്.
പോകുന്ന വഴി ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയല്ലേ വീട്ടിൽ ചെന്ന് ബീഫ് വാങ്ങിച്ച് എല്ലാവർക്കും കൂടെ കറിയൊക്കെ വെച്ച് കഴിക്കാമെന്ന്. ചീനി അങ്ങ് മിസ്സായിപ്പോയി കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലോട്ട് എത്തിയപ്പോഴാണ് തീരുമാനം എടുത്തത്. അങ്ങനെ ഞാൻ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ 1 കിലോ ബീഫാട്ടോ വാങ്ങിച്ചത്. അങ്ങനെ നല്ല ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ഗേറ്റ് തുറക്കുന്ന ജോലി എൻ്റെ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഈ ഗേറ്റ് തുറക്കുന്ന ജോലി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് ഏട്ടൻ വണ്ടി അകത്ത് കയറ്റിയിട്ട് ഞാൻ പിന്നെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് അകത്തോട്ട് പോവാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ബീഫ് വാങ്ങിച്ച കാര്യമൊന്നും. പോയി ഇവിടെ വാങ്ങിച്ചു. എന്തോന്ന് ഇവിടെ വാങ്ങിച്ച? ചിക്കൻ, ഇത് ബീഫ്, വരട്ട. ഓക്കെ ഓക്കെ, വരട്ട. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇത് ഓഫ് ചെയ്യരുത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ച് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം, ബീഫ് വാങ്ങാം. അപ്പൊ ഇവിടെ ചിക്കൻ അമ്മ വാങ്ങിച്ചെന്ന്. അമ്മ ചിക്കൻ വച്ചോ? എങ്കിലത് ചിക്കൻ വറക്കാം. ഇത് ബീഫിനെടുക്കാം. അത് ഞാൻ ഇച്ചിരി മഞ്ഞളും അയ്യേ പെരട്ടി വെച്ച്. വേണ്ട, ഇത് അമ്മ പകുതി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അല്ല, മൊത്തത്തിൽ കൊണ്ടുവന്നതാണ്. അല്ല, ബ്ലൗസിന് അളവെടുക്കാൻ ശ്രുതി തോന്നാ പല്ലി കത്തുന്നു. ഇവിടെ കേരള പോയാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതാക്കലാണ്. ഇനിയിപ്പോ ഉച്ചക്ക് 12 മണി ആയില്ലേ? നാളെ പള്ളിയേക്കാന്ന് പറഞ്ഞു. എന്നാ ഞാൻ സ്പെഷ്യൽ ചിക്കൻ അല്ല ബീഫ് വരട്ടുന്നു, അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി. ഏറ്റവും ടേസ്റ്റ് ഏതാന്ന് അച്ഛനെ കൊണ്ട് പറയിക്കാം. ഓ പക്ഷെ എനിക്ക് ഉള്ളി അറിയാൻ വയ്യ, എനിക്ക് അറിയാൻ വയ്യ. കൊച്ചുള്ളി ഉണ്ടോ അമ്മ? ഇത് കൊച്ചുള്ളി ഇച്ചിരി ഉള്ളി ഇഞ്ചിയും ഇടും. ഞാൻ അടുപ്പത്ത് വെച്ചുണ്ടാക്കോളാം. വിറകൊക്കെ ഉണ്ട്, എവിടുന്നേലും ഒക്കെ തപ്പി ഒടിച്ചോണ്ട് പോവാം. ഞാൻ പറഞ്ഞു തരത്തില്ല, കളറ് കുറവ്, എരി കുറവാന്ന് തോന്നുന്നു. ഞാൻ ബീഫ് വരട്ടിയത് ഉണ്ടാക്കും, അമ്മ ചിക്കൻ ഉണ്ടാക്കും. ടേസ്റ്റ് ചെയ്തിനാന്ന് പറയണം. ഞാനെങ്ങാനും ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ മൂക്കിടിച്ച് ഞാൻ പരത്തും. അപ്പൊ തന്നെ നോക്കിട്ട് വേണം. എനിക്കറിയത്തില്ല ഇത് കളറാണോ എന്തരോ. അമ്മ അമ്മയുടെ സോളമന്റെ കൊണ്ട് കിടമ്മ അത് എന്തില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിലാകുമ്പോ മത്സരം. നിങ്ങൾ തന്നെ ഉള്ളി ഒരിച്ച് നിങ്ങൾ തന്നെ ഉള്ളി അരിഞ്ഞ് എല്ലാം ചെയ്യണം. അതാണ് മത്സരത്തിന്റെ. ഞാൻ വെക്കാനേ കയറും. സോറി, കണ്ടിട്ടില്ലേ നമ്മള് ലക്ഷ്മി നായരൊക്കെ വെക്കാൻ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതിന് മുമ്പേ അതൊക്കെ ചെയ്തു വെക്കുന്നത് നമ്മള് വയ്ക്കത്തുള്ളൂ. അതുപോലെ എല്ലാം കുറച്ച് ഉള്ളിനീര് തേച്ച് തന്നാലോ? തരട്ടെ തരട്ടെ. മുളക് ആയല്ലോ, അതിന് കുറച്ച് മുളക് നീര് വറട്ടെ. ഞാനും ചിക്കൻ വറക്കി വെക്കും. സോളമന്റെ അടുത്തെത്തില്ലത് മോളെ. ദൈവമേ, ഇന്ന് അട്ട പോപ്പുമായിരിക്കും, പൂർത്തിയാവും. അയ്യോ ചില സീരിയല് ഇതില്ലാതെ കാണുന്നതാണ്. അമ്മായിമ്മ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ കുറച്ച് ഉപ്പ് വരുമ്പോ കുറച്ച് അങ്ങോട്ട് പോകുമ്പോ അമ്മായിമ്മ ഒന്നിച്ചിരി മുളക് വരിക്കണം. എന്നിട്ട് ലാസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപ്പും മുളകും പാകാക്കണം. പിന്നെ ബീഫും ചിക്കനും കൂടെ ഒരുമിച്ചിട്ട് കഴിക്കണം. അപ്പൊ പിന്നെ കിട്ടുന്ന എന്ത് മനോഹരമായ ആചാരങ്ങൾ. പ്രാങ്ക് കൊടുക്കുക. ഞാൻ ഓൾറെഡി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി ആണോ ബീഫാണോ നല്ലതെന്നൊക്കെ പറയണമെന്ന്. ചിക്കൻ കറിയെ വെറും താഴ്ത്തി കെട്ടണം. ഓക്കെ, അമ്മയുടെ ഡയലോഗ് ഞാൻ പറഞ്ഞേ. കൊള്ളത്തില്ലേ, തിന്നണ്ടടി, വേണമെന്നവര് തന്നെ വെച്ച് തിന്നണം. ഇത് കേക്ക് എന്തായാലും ഇത് തന്നെയാണോ ഡയലോഗ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് പ്ലാൻഡ് ആയിട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വലിയ ഡപ്പ ഐസ്ക്രീം ഓഫർ ചെയ്തിരിക്കുന്നു. പിന്നെന്തുവാ വേണ്ട മുത്തിന്? ഈ വൃത്തിട്ടോളെ ചിന്തിക്കാതെ വേഗം പറ. എന്നാ ഒരു വലിയ ഡപ്പ ഫലൂഡ എങ്കിൽ പിന്നെ എന്തെങ്കിലും വാങ്ങി തരാം. പക്ഷെ ഞാൻ പറയുന്ന അഭിനയിച്ച് സെറ്റാക്കി തരുമോ? അങ്ങനെ അടി കിട്ടിയ നാടകത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു. എടാ കൊച്ചക്കോളം ആക്കരുത്. കാരണം ഈ വീട്ടില് കേക്ക് ഞാനോട് ഉണ്ടെന്ന്. ഈ വീട്ടില് ഈ വീട്ടിലെ അടുത്ത നാടകം ചിക്കൻ ഉപ്പും ഇല്ല, പുളിയില്ല, ഒന്നുമില്ല, വായി വെക്കാൻ കൊള്ളത്തില്ല.
കഴിഞ്ഞ പ്രാവശ്യം ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പോ അടിയുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എടാ അത് ഇയാളെ ടാർഗറ്റ് ചെയ്തൊക്കെ പറ്റുമോ? പക്ഷെ ഇത്തവണ ഞാനും ഉണ്ടെന്ന് പ്രോമിസ്. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും വായിരിക്കുന്ന മൊത്തം കേൾക്കാം. അപ്പൊ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സംശയം തോന്നത്തില്ല. കാരണം ഓൾറെഡി ഇങ്ങനെ ആന്നല്ലേ വോയിസ് ഓവർ കൊടുത്തോളാന്ന് പറയാം. പക്ഷെ കേൾക്കണോ കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളിയാണോ അരിഞ്ഞെടുക്കുന്നത്? അല്ല, കണ്ടിട്ട് വലിയുള്ളിയായിട്ട് തോന്നിയാ? ഇല്ല, എനിക്ക് കുഞ്ഞതായിട്ട് തോന്നിയുണ്ട്. കുഞ്ഞുള്ളിയായിട്ട് തന്നെ തോന്നി. ആ അമ്മ എത്തിയിരിക്കുകയാണ് കുട്ടികളെ. അമ്മ എത്തിയിരിക്കുകയാണ്. വാ, ഇഞ്ചിയും വാങ്ങിച്ചോണ്ട് അമ്മ എത്തിയിരിക്കുകയാണ്. അപ്പത്തിന്റെ മുൻകരുതലായിട്ട് കറണ്ട് പോയി. വെളിയില് പിന്നെ കറി വെക്കാനേ ഉരുളിയില്ലെങ്കിൽ അമ്മ വേറെ ഏതെങ്കിലും എടുത്ത് വെക്കാമേ. നമുക്ക് അതിൽ വെക്കാമേ. കലത്തി എങ്ങനെ വെക്കൂടെ ഉച്ചേ? ഉരുളി എടുത്തോണ്ട് വരണോ? പിന്നെ പോയിട്ട് വേണ്ട. ആ അതുകൊണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം. അമ്മ വേറെ ഏതെങ്കിലും പാത്രം എടുത്ത് വെക്കും. വലിയ ഉരുളിയേ ഉള്ളു. ആ അത് മതി അത് മതി. അതാവുമ്പോ ഇളക്കാൻ എളുപ്പമുണ്ട്. അന്ന് അമ്മായിയമ്മയും മരുമോളും കൂടെ നല്ല കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ആ ഇതെടുത്ത് അതിന്റെ അടിയിൽ വെച്ച്. പാവം ഞാൻ വിചാരിച്ചു അത് കഴുകി വെച്ചേക്കാന്ന്. ഞാൻ 2 ദിവസം മുമ്പാണ് കണ്ടത്. കഴിവില്ല, അത്ര മെടിക്കുക. അല്ലെങ്കിൽ അത് അന്നേരം കണ്ടോ, അത്ര മിടിക്കുകയാണ് ഗൈസ്, അത്ര മിടിക്കുകയാണ്. അല്ല അന്നേരം കൈയോടെ കഴുകി വെച്ചെങ്കില് കഴുകിയതായിട്ടിരുന്നാണ് കഴുകി വെച്ച. അമ്മ ഇവിടെ പോരാണ് എടുക്കുന്നത് ചേച്ചിയോട്. വളരെ വലിയ പോരാണ് എടുത്തോണ്ടിരിക്കുന്നത്. എന്നും ചേച്ചി ഇവിടെ സീരിയലിലെ പോലെ കരഞ്ഞു കരഞ്ഞിരിക്കുകയാണ്. സീരിയല് കണ്ട് 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 എന്നെ കിട്ടാത്തോണ്ട് അമ്മ സ്വന്തം മകളോട് തന്നെ അക്രമപ്പെടുക്കുന്നു. അമ്മ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാരും പാവം ശ്രുതി ചേച്ചിയിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന? അതിനെ തല്ലി കൊന്നോളൂ. ഫ്രീ പ്രൊമോഷനാ ഞങ്ങക്ക്. ടെൻഷനാ പാവം ശ്രുതി. അല്ല, ഇത് കാണുന്നപ്പോ വിചാരിക്കണം എന്തൊരു അടിമപ്പണിയായിരിക്കും. ഒരു ഉള്ളി അരിയുന്നതിനാന്നോ? പിന്നല്ലേ അല്ല, എനിക്ക് പിന്നെ ഇതൊക്കെ തന്നെ അടിമപ്പണിയല്ലേ? അല്ല അല്ല, വെറുതെ ഒരു അടിമപ്പണി. എന്നാ പിന്നെ ദാ നിലത്ത് പോയ ഉള്ളി പറക്കിയിട്ട ഞാനും ചെറിയ ഉള്ളി വേണം. എനിക്കിന്ന് അമ്മയെ തോപ്പിക്കണം. അമ്മ തോറ്റു കൊടുത്താലമ്മ ഇപ്പഴേ. ദുഷ്ടേ. ഫാൻ വേണോ? അല്ല, നിങ്ങൾ രണ്ടുപേരുടെ മത്സരം നടത്തും. ഇടയിൽ കിടന്ന് ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കാവുന്ന ഞാനായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞ മനഃപൂർവ്വം. കല്യാണിയുടെ ബീഫ് കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ അവളെന്റെ മൂക്കിടിച്ച് ചേർത്തെന്ന് പറഞ്ഞു. അമ്മയുടെ ചിക്കൻ കറി കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ചവിട്ടി വിളിക്കാം. അമ്മ ചവിട്ടി കളയോ അമ്മേ? ഞാൻ ചവിട്ടി കളയത്തില്ല, വേണമെന്നേരം കൂട്ടിയാൽ എങ്ങനെ ഇരിക്കണേ? അത് സാരമില്ല, നോക്കാം നമുക്ക്. എങ്ങനെ ഇരിക്കണേ നമുക്ക് അമ്മ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടമ്മ. ഞാൻ കണ്ടാ, ഞാൻ കുറച്ചു മുമ്പ് കല്യാണിയോട് പറഞ്ഞു. ഇതിനു മുമ്പും ചേച്ചി അമ്മയുടെ കറി ഏതൊക്കെയോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ സെയിം ഡയലോഗ് റിപ്പീറ്റ് അടിച്ച് കാണിക്കേ. ഇങ്ങോട്ട് നോക്കൂ, എന്ത് പറയാനുള്ളത് സത്യം പറ. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ചേച്ചി. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായോണ്ടാവുന്നു, പുറത്ത് കാണിക്കാൻ പാടില്ല. അതെ, എനിക്ക് കണ്ണരിന്ന് പാവ അച്ഛനാ ഗൈസ് കത്തിച്ചു കൊടുക്കുന്നത്. കത്തിക്കണ്ട, ഞാൻ കത്തിച്ചോളാം. അച്ഛൻ ഞാൻ വിറകും കീറിക്കാൻ നമുക്ക് വിറക് ഞാൻ കീറാത്ത 2 ഞാൻ കീറിയിട്ട് ബാക്കി അച്ഛൻ കീറി തന്നത്. ഒരാഴ്ചത്തേക്കുള്ള വിറകും കാടി കീറി വെപ്പിക്കാച്ചാ. അവസരം നമുക്ക് മുതലെടുക്കാം. പന്ത്രണ്ട് മണി കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. അതെ, അത് നനഞ്ഞിട്ടില്ല, ഇത് എടുക്കാം നമുക്ക്. കുറേ ദിവസം ഇവിടെ ഭയങ്കര മഴയല്ലായിരുന്നു, അതുകൊണ്ട് വിറകെല്ലാം പുറത്ത് കിടന്ന് നനഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് നനഞ്ഞ വിറക് അച്ഛൻ പറഞ്ഞ് അതെടുക്കാമെന്ന്. അങ്ങനെ അത് ഞാൻ നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ഇഞ്ചി എല്ലാം അങ്ങ് ചുരണ്ടി വെക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി പൊളിക്കാൻ എപ്പോഴും നമ്മുടെ ഇടികല്ലെടുത്ത് 2 ഇടി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊളിഞ്ഞ് വരും. അങ്ങനെ ഞാൻ ഇടികല്ലെടുത്ത് ഇടിച്ച് വെളുത്തുള്ളി എല്ലാം പൊളിച്ചെടുത്തു, ഇഞ്ചി എടുത്തെടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞത് അരച്ച് തരാനായിട്ട് അമ്മയോട് കൊടുത്തു കേട്ടോ. അമ്മ ഓൾറെഡി ചിക്കന് അരച്ച് വച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇതെല്ലാം കൂടി ഇട്ട് അമ്മ എനിക്കങ്ങ് അരച്ച് തന്നു. എല്ലാം അരിഞ്ഞോ?
അമ്മ പെട്ടെന്ന് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് ചതച്ച് മിക്സിയിലോട്ട് മാറ്റി വെച്ചു. ഞാൻ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് ബീഫ് മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പച്ചവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ബീഫ് മുക്കിയിട്ട് കഴിഞ്ഞാൽ ബീഫെന്നല്ല ചിക്കനോ മീനോ എന്തോ ആണെങ്കിലും അതിൻ്റെ ബ്ലഡ് മയം മൊത്തം പോവും. അങ്ങനെ 3-4 തവണ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ അതിലിൻ്റെ പുറത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് കൈയും കൊണ്ട് ഞെവടി. എന്നിട്ട് ചേച്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും കൈയും കൊണ്ട് നന്നായിട്ട് ഞെവടിയിട്ട് നമ്മുടെ പുതിയ കുക്കറിലോട്ട് ഇതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുത്തു. വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഗ്യാസിലോട്ട് ഒരു 6 വിസിലടിക്കാൻ വേണ്ടി വിറകൊക്കെ കീറിയിട്ടു. അപ്പോൾ ഞാൻ ഉള്ളി പുറത്ത് പോയി വാട്ടുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ബീഫൊക്കെ ഒരു 6 വിസിലടിക്കട്ടെന്ന് വിചാരിച്ചു. മുറിഞ്ഞോ മുത്തേ? അതെ, മുറിഞ്ഞ ചോര വന്നതുകൊണ്ടോ നോക്കട്ടെ, കാണുന്നില്ല. ഞെക്കി കാണിച്ചു. ഞെക്കി കാണിച്ചതാ. കണ്ടു പൊക്കോട്ടോ. പാവം ത്രൂ ചേച്ചി കേട്ടോ. ചോറ് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക തരം തലകറക്കമൊക്കെ വരും. മറ്റേ സിനിമയ്ക്കകത്തെ പൃഥ്വിരാജാണ്. അപ്പോൾ ആ ചേച്ചി അകത്തോട്ട് പോയി കേട്ടോ. പിന്നെ 2 ഉള്ളിയേ ഉള്ളായിരുന്നു. അതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് പച്ചമുളക് നമ്മുടെ വീട്ടിലെ തന്നെ കേട്ടോ, അതും അരിഞ്ഞെടുത്തു. അങ്ങനെ പുറത്ത് വെക്കേണ്ട ചട്ടിയും ഉള്ളിയും എല്ലാമായിട്ട് ഞാൻ കൊണ്ടുവച്ചു. തീ കത്തിക്കാം. മണ്ണ് കറിക്കല്ല അങ്ങോട്ട്, മണ്ണ് കറിക്കല്ല. അവിടെ തന്നെ ആരാ കൈ ഇടണമെന്നല്ല, തെറിപ്പിക്കില്ല. അപ്പൊ അത് കിടണേ. റേഷൻ കടയില് മണ്ണെണ്ണ ഇല്ല അല്ലേ? കെ ജോസഫിന്റെ പെങ്ങളല്ലേ? അങ്ങനെ ഞങ്ങൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു. അച്ഛനാണെങ്കിൽ ചിരട്ടയും ചകിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചകിരിയുടെ മുകളിൽ കുറച്ച് നമ്മുടെ വിളക്ക് തിരിയില്ലേ, നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് ബാക്കി വരുന്ന തിരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ തിരി എടുത്തിട്ട് അത് വെച്ച് കത്തിക്കാൻ വേണ്ടി നിന്നു. തിരിയെല്ലാം കത്തിച്ച് ഞങ്ങളൊരു ഗോപുരം തന്നെ അവിടെ ഉണ്ടാക്കി കേട്ടോ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കത്തിപ്പിടിക്കുന്നില്ലായിരുന്നു. മഴ നനഞ്ഞ് പണ്ടാറടങ്ങി കിടക്കുന്ന വിറക് എങ്ങനെ കത്തിക്കാനാ? ഞങ്ങൾ കുറേ ശ്രമിച്ചു കേട്ടോ. ഞങ്ങൾ ചിരട്ട കൊണ്ടൊരു ഗോപുരം തന്നെ പണിഞ്ഞായിരുന്നു. ചിരട്ട മൊത്തം കത്തിയിട്ട് പോലും വിറകിൻ്റെ അകത്തോട്ട് തീ പിടിക്കുന്നില്ല. മൊത്തത്തിലൊരു പുകമയമായിരുന്നു അവിടെ. എണ്ണ ഇട്ട് ഒരു ആവേശത്തിന് പുറത്ത് വെച്ച് അടുപ്പി വെച്ച് പറയണം തോന്നി. കാറ്റടിച്ച് മൊത്തം കൂടെ എന്റെ മൊത്തം അയ്യേ വലിയ കൈ വേണം. തുടങ്ങി ഇപ്പൊ പകയടുപ്പ് വിറകടുപ്പ് വേവിച്ചെടുക്കുവാണ്. വെള്ള ഞാൻ എടുക്കുന്നു. ആശ്വാസ സീറ്റാറിനോട് നിൽക്കുമല്ലോ. കാറ്റേ നീ വീശണം ഇപ്പോൾ. കത്തിയില്ലേ? ഇവിടെ ചിക്കൻ കറി ആയോ? ഇല്ലല്ലേ? അല്ല, അതിലിച്ചിരി കൊണ്ട് ഉപ്പിട്ടാണ്. അതിലിച്ചിരി കൊണ്ട് ഉപ്പിടാൻ. എത്രയൊക്കെ വീശിയിട്ടും കുന്തം കത്തുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മ വെറുതെ ഇരിക്കണ്ടാടി എന്നും പറഞ്ഞ് എനിക്ക് ചിക്കൻ കറി കൊണ്ടു തന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീപ്പെട്ടി എടുക്കാൻ പോയ അമ്മ ബ്ലേഡ് എടുത്തിട്ട് വന്ന് തുറക്കുക. തീപ്പെട്ടി എത്തിക്കാൻ ഒരു കാര്യം ചെയ്യ, അമ്മ കത്തിക്ക്. ഞാൻ ഇല്ല, ഞാൻ കത്തിക്കും. എന്നാ മോളെ നീ കത്തിക്കടി. നീ കത്തിക്കേ. എന്റെ കൂടെ കളി ചേട്ടാ കണ്ടു നിന്നാൽ ഇത് കത്തിക്കണ്ട. ഇത് ഗാലറി പക്ഷെ തീ ഉണ്ട് കേട്ടോ. കമോൺ മഹേഷ്, കമോൺ. വൺസ് ഒരു തവണ കത്തിക്കഴിഞ്ഞാൽ
അമ്മ എന്നോട് മലയാള ഭാഷ പറഞ്ഞ് എടി നമുക്ക് അടുപ്പേ വയ്ക്കാം. ഇങ്ങോട്ട് കത്തിയില്ല കേട്ടാ എല്ലാത്തിനും ഇപ്പൊ സാധാരണ കാറ്റാത്തി കളയും. ഇന്നലെ മെനങ്ങാൻ ഞങ്ങൾ ആ മഴയത്ത് 2 കലം വെള്ളം നടന്നിട്ട് അപ്പുറത്തെ കാര്യം വേണ്ടി ഇപ്പൊ കത്തിരി തെളിവില്ലല്ലോ, ഞാൻ വിശ്വസിക്കത്തില്ല. കത്തിച്ചാണെങ്കിൽ അതിന്റെ ചാരവാ ഇവിടെ കിടന്ന ഇപ്പൊ വിസരിച്ചല്ലേ കയ്യും കൂടെ കത്തി കയറുമ്പോ തീപ്പട്ടിയും എടുത്ത് വെച്ച് അത് ഈ കമ്പില്ല. ആണോ? ഞാൻ വിചാരിച്ചാണെങ്കിൽ തീപ്പട്ടിയും കൂടെ എടുത്ത് വെച്ചിരുന്നത്. കത്തിച്ച് വന്നേ കത്തിയോ ഇല്ലയോ പേപ്പർ ഇപ്പൊ കത്ത് കണ്ടോ? ഇപ്പൊ കത്ത് കത്തി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നു. ഉരുളി ഉരുളി അടുപ്പത്ത് വെക്കുന്നു. ആ കത്തി, എന്റെ വയറ് കത്തി എന്നിട്ട് കത്തി കത്തി കത്തുന്നു. അച്ഛനോടൊന്ന് കൗണ്ടർ എടുക്കും. സാധാരണ ഞാൻ കത്തിക്കുന്നത് നല്ലപോലെ കത്തുന്നതാണല്ലേ. പക്ഷെ ചട്ടി വെട്ടം ചൂടായി കേട്ടോ. ഉൽപാദനയെ നല്ല ആളാ. എനിക്കുണ്ട് അതെന്താ പോച്ചൂല. അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ഏത് സൈഡിൽ ഇരിക്കുന്നു അങ്ങോട്ട് സൈഡിൽ തന്നെ പുക അങ്ങ് അടിക്കുമായിരുന്നു. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിരുന്നു. അവിടെ ചെന്നിരുന്ന 1 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴത്തേന് അങ്ങോട്ട് പുക അടിക്കാൻ തുടങ്ങി. അമ്മ എനിക്ക് നല്ല വെള്ളം കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ വെള്ളവും കുടിച്ച് ഞാൻ പിന്നെ അവിടെ ഇരുന്നപ്പോഴത്തേന് ചിരട്ട പിന്നെയും പുകഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, കത്തുന്നില്ല. അങ്ങനെ അമ്മ അത് ശരിയാക്കാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങി. അച്ഛൻ തുണി കഴുകുന്നു. അച്ഛൻ അമ്മ കഴുകി കൊടുക്കുന്നില്ല. അങ്ങനെ അച്ഛൻ കഴുകുന്നു. കണ്ട മടലെടുത്തടിക്കാൻ അച്ഛൻ സ്വന്തമായിട്ടേ കഴിയൂ കേട്ടോ. അച്ഛന് ക്രൂര പീഡനത്തിൽ നിന്ന് മോചനം വേണോ? തുണി പോലും കഴിയുന്നത് വേണോ പറ, ഇപ്പൊ തരാം. ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കിട്ട് പോവാ. ഇപ്പൊ വീണാനാ ഞാൻ പോയ പോലെ. ഇപ്പൊ തരാം മോചനം. ഇനിയൊന്നുമില്ല. വിറകനകത്തായി കഴിഞ്ഞ ഇഞ്ചി ഞാൻ അകത്തോട്ട് പോയ അമ്മ കത്തിക്കാൻ ആവേശത്തി. ഇനി എണ്ണ ചൂടാവട്ടെ. ഞാൻ പോയി കത്തി പറഞ്ഞ 2 പറ. ഓക്കെ, കത്തി അമ്മേ, കത്തി കത്തി. കത്തി ഞാൻ എവിടെ ഇരുന്നാലും എന്റെ മുഖത്തോട്ട് അങ്ങനെ കഴിച്ചു ഇരിക്കത്തില്ല. അപ്പൊ എന്തോ ഇനി കത്തിക്കോളൂ. ഇഞ്ചി കത്തിക്കാനിരിക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. ഇനി ഓക്കെ, കറക്റ്റ് കത്തി. കൊച്ചുള്ളി, ഇത്ര സൈഡിൽ കൂടെ ഒന്നുമില്ലേ? ഓരോ സൈഡിലെയും ചിരട്ട കത്തുമ്പോ അവിടെ ഇരുന്നപ്പോ ആ സൈഡിലെ ചിരട്ട കത്തി, ഇവിടെ ഇരുന്നപ്പോ ഈ സൈഡിലെ ചിരട്ട കത്തി. സവാള, സാലഡ് വേണ്ട കേട്ടനെ. ഒരാവേശത്തിന് വന്നു, പക്ഷെ കൊന്നും കത്തുന്നില്ല.
വരളട്ടെ. ഇതെല്ലാം എക്സ്പ്രസ് എല്ലാം കിട്ടി കേട്ടോ. കണ്ടോ ഉള്ളി എരിയുമ്പോഴതിനെക്കാട്ടി സുഖമുണ്ട് അടിക്കുമ്പോൾ. നടക്കുന്ന ഏർപ്പാട് കാണുന്നില്ല, കാരണം ഓൾറെഡി മഴയൊക്കെ ആയിട്ട് നനഞ്ഞു കിടക്കുന്നുണ്ട്. നടക്കും വെച്ചാ ഓക്കെ, അച്ഛൻ പറഞ്ഞ് നടക്കുമെന്ന്, ഇല്ലെങ്കിൽ അച്ഛനെ ഞാൻ ഇവിടെ എടുത്ത് ഇളക്കും. പക്ഷെ ഒന്ന് ചൂടായ ഈ വിറവങ്ങ് കത്തും പെട്ടെന്ന്. കണ്ടോ ഞാൻ ഇതൊന്ന് ചെറുതാക്കിട്ട് ചെറുതാക്കിയാൽ നല്ലപോലെ കിട്ടും. എന്നെയാണോ സേവിക്ക് പിന്നെ കീറി കൊണ്ടുപോവാ. ആ ഇന്നത്തേക്കും മറ്റന്നാളത്തേക്കും ഉള്ളതാണ്, സൂക്ഷിച്ചുപയോഗിക്കാൻ. അതെ, എത്ര ദിവസം എടുക്കണ്ടതാ ഈ പെണ്ണുങ്ങള് വരണോടി തീ പറ്റണമെങ്കിൽ. കണ്ടു പഠിക്കണേ, കണ്ടു പഠിക്കണേ. പഠിച്ചമ്മേ, പഠിച്ച് കണ്ടു പഠിച്ച്. കത്തിയോ? അയ്യോ അവിടെ എന്താ ഒരു പ്രത്യേകതര സൈക്കോ ഒരു കിലുക്കം കേട്ട്. ദീപം പൊട്ടിത്തെറിച്ച ടീപ്പോ പൊട്ടിത്തെറിച്ചെന്നു. ഇന്നാളും അങ്ങനെ ആയിരുന്നു. ടീപ്പോ പൊട്ടിത്തെറിച്ചു. അതിന്റെ ഗ്ലാസ് ഇന്നാള് പൊട്ടിത്തെറിച്ചു. ഞാൻ അകത്തിരുന്നതാ. ഞാൻ വിചാരിച്ച അവിടെ അടുക്കള എന്തോ കുപ്പി വീണയാണ്. സത്യം ഇന്നാളും ഒരിക്കൽ ഇതാണ്. ആ ചേച്ചി എന്നിട്ടും ചില്ല് കിടന്ന് പൊട്ടിക്കൊണ്ടേയിരിക്കുവായിരുന്നു കേട്ടോ, കുഞ്ഞായിട്ട്. എന്തുകൊണ്ട് ഈ ടീപ്പോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? രണ്ടാമത്തെ തവണ ഇവിടെ പൊട്ടിത്തെറിക്കുന്നത്. പിള്ളേരെങ്ങാനും എടുത്ത് വെപ്പുണ്ടായിരുന്നെങ്കിൽ വാരട്ടി എടുക്കും. അമ്മ ബീഫ് അങ്ങനെ കൂട്ടത്തില്ല, പക്ഷെ ഞാൻ വെക്കുന്ന ബീഫ് അമ്മ കൂട്ട്. ഇന്ന് കാണിച്ചു തരാം. മല്ലിപ്പൊടി, മല്ലിപ്പൊടിക്കാ മൂപ്പ് കൂടുതൽ, അതുകൊണ്ട് ആദ്യം എപ്പോഴും മല്ലിപ്പൊടി ഇടാവും എന്നാണ് പറയുന്നത്. ഈ സൈഡിൽ കിടക്കുന്ന മസാല ടീപ്പോ പൊട്ടി തെറിച്ചാ അല്ല അല്ല മണിച്ചിത്രത്താഴിലെ ഗംഗയാണോ ഇനി മണിച്ചിത്രത്താഴിലെ ഗംഗയാണോ? മുളക് പൊടി എന്തോ വെള്ളം പറ്റിച്ചെടുക്കുമല്ലേ മതിയാ. ഇത് മുളക് കുറച്ചാലും മതി. കുക്കറത്തൊക്കെ കിട്ടുന്നോ? ഇടുവാന്നേ. ഒരു കിലോ ഇറച്ചി എത്ര കാണും? ഇതിനി ഇങ്ങനെ വരട്ടണം. പക്ഷെ ഇവിടെ കരിയാപ്പിലുണ്ടോ? ഒപ്പിക്കാം. മയത്തിരി എന്റെ അടുത്തോട്ട് പോകാനാ. ക്യാമറയും കൊണ്ട് പോവാം. ഇല്ലെങ്കിൽ അല്ല ഇവിടെ വിപ്പില്ലാരും ഉണ്ടായിരുന്നല്ലോ. അത് മതി. അപ്പൊ ഇത് മല്ലിയില ഉണ്ടോ? മല്ലിയില ഇല്ല. ഞാൻ തന്ന മല്ലിയില ഉണ്ടോ? അതും ഇല്ല. അത് പോയോ? ആരും ഒരു ഇല പോലും എടുത്തില്ല. ഇനി ഇത് കിടന്ന് വറ്റി എണ്ണ തെളിഞ്ഞു വരണം. അപ്പോഴാണ് എന്റെ ട്രേഡ് സീക്രട്ട് ആണ്. എന്റെ ട്രേഡ് സീക്രട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പം ലാസ്റ്റ് കുരുമുളകും കുറച്ച് മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുമ്പോ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇനിയാണ് പണി. ഇനി ഇത് നമ്മൾ ഇങ്ങനെ വറ്റി വരണം. നമ്മൾ ഓൾറെഡി ബീഫ് വെന്തല്ലോ, ബീഫ് വെന്തു. ഇനി ഇത് വരണ്ട് വരണം. ഇത് കാണുമ്പോ തന്നെ അറിയാം ഇത് എന്തൊരു ടേസ്റ്റ് അത്. പക്ഷെ ഉപ്പ് കുറവുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഉണ്ട് എല്ലാം കറക്റ്റ്. ഞാൻ വല്ല പാചക ഷോയിലും പോകാൻ പോവാ. ഇല്ല തമിഴില് കുക്ക് വിത്ത് കോമാളി എന്ന് പറയുന്നുള്ള ഷോയിൽ എന്നെ കൂടെ വിളിച്ചു. മോളെ സിന്ധു, മോളെ ആ കുരുമുളക് എടുത്തോണ്ട് പോവാ. മോളെ കരിയാപ്പില. ഓക്കെ
ഇന്ന് അമ്മ അപ്പം ആട്ടോ വച്ചേക്കുന്നത്. ചോറ് വേണ്ടവർക്ക് ചോറുണ്ടാം, പക്ഷെ അപ്പം വച്ചിട്ടുണ്ട്. അപ്പം അപ്പം ചൂടപ്പവും ബീഫ് റോസ്റ്റും ചിക്കൻ കറിയും. ഫ്രൈ ഇല്ലേ അമ്മ? അമ്മ ഫ്രൈയും കൂടെ വേണമായിരുന്നു, അത് ഗ്രാൻഡ് ആയിരുന്നു. ഇതെന്തുവാ? കുക്കർ ചെയ്യുന്നു. ഓ അങ്ങനെ. പുക കയറല്ലേ? ഇല്ല, നോക്കി ഇളക്ക്. അത് പുക കയറും. തീ തോന്നുന്നുണ്ട്. ബീഫിന് എക്സ്പേർട്ട് അല്ലേ? ആ നല്ല ബീഫ് വരട്ടിയത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കളർ കിട്ടത്തില്ലേ, ഏകദേശം ആ നിർത്തിയിരിക്കുക. പക്ഷെ നമുക്ക് ഈ ബീഫ് കറക്കണം. കുറച്ച് കുരുമുളക് ഇട്ട, ഞാൻ കുറച്ചേ ഇപ്പം ഇടുന്നുള്ളൂ, ലാസ്റ്റ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണവും വായി വെക്കരുത്, എരിയുണ്ട്. ഈ പുകയ്ക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ എവിടെ ഇരിക്കുന്നോ അങ്ങോട്ട് പുക വരും. ഇവിടെ ഇരുന്ന് അവിടെ വരും, ഇവിടെ ഇരുന്ന് അവിടെ വരും. 4 ദിക്കിലും ഞാൻ ഓടി മറന്ന് കൊണ്ടു പോയി. പക്ഷെ എല്ലാം എവിടെ ഇരിക്കുന്നോ അങ്ങോട്ട് വരും. രുചിച്ച് നോക്കുന്നോ? എടോ എന്തോ കണ്ടോണ്ടാണോ എന്നെ കുലസ്ത്രീ എന്ന് പറയുന്നത്? ഞാൻ മോഡേൺ ആണ്, ഞാൻ എല്ലാം ആണ്, ഞാൻ ഇതാണ്. ചില ദിവസം നമ്മുടെ വീട്ടിൽ ചമ്മന്തി മാത്രമല്ലേ ഉള്ളൂ കറി, അല്ലേ? ഞാൻ കഴിച്ചതിന്റെ പാത്രത്തിന്റെ ബാക്കി ഏട്ടനും കഴിക്കത്തില്ലേ? പറ, ഉറക്കെ പറ. പിന്നെന്താ? അപ്പു കഴിച്ചതിന്റെ ബാക്കി കഴിക്കും, അമ്മ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കും, എല്ലാരും കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കാറുണ്ട്. അല്ലേ അമ്മ? ഒന്ന് പറ അങ്ങോട്ട്. എല്ലാരും എന്നെ വെച്ചിരിക്കാണ്. അമ്മ ഇവിടെ ആര് കഴിച്ച പല പ്ലേറ്റിലും ഞാൻ എടുത്ത് കഴിക്കും, തിരിച്ചും അങ്ങനെ തന്നെ. അല്ലാതെ നമ്മള് ഭർത്താവിന്റെ പാത്രത്തിൽ നിന്ന് മാത്രമേ കഴിക്കൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതെല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഭയങ്കര മോഡേൺ ചിന്താഗതിയാണ്. ഇവരൊക്കെ കൊല്ലത്താണ് ജനിച്ചു വളർന്നതെങ്കിലും ഇവരുകളിലൊക്കെ ഭയങ്കര ചിന്താഗതി കൂടുതൽ എന്റെയാണ്. അങ്ങനെ കരിയാപ്പില അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച്, അതതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്ക്. അതിലൊക്കെ ഇരിക്കുന്നു. ഭർത്താവിന്റെ പാത്രത്തിന് ബാക്കി കഴിക്കുന്നതിന് എന്റെ മാത്രമല്ല, ഞാൻ എന്റെ അമ്മായിയമ്മയുടെ കഴിക്കും, അമ്മയുടെ കഴിക്കും, എല്ലാവരുടെ അടുത്ത് ഞാൻ എടുത്ത് കഴിക്കും. ആ പ്ലേറ്റിൽ തന്നെ ഞാൻ എടുത്ത് കഴിക്കും, തിരിച്ചും അങ്ങനെ. എല്ലാരും അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കുറച്ച് തക്കാളി ഇടുക കേട്ടോ. തക്കാളി വരട്ടിന്റെ അകത്തിടുക. വേണമെങ്കിൽ അത് വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വരട്ടിയെടുക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ നടുക്കൊരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് ആ തക്കാളിക്കകത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഇങ്ങനെ വരട്ടി സെറ്റ് ആക്കിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എടുക്കെടുക്ക അപ്പൂനെ ചെല്ലാനാ. കറത്തില്ല, പക്ഷെ ഞാനങ്ങ് എടുക്കുക. കറത്തില്ല, കറക്കണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ എടുക്കാം. അപ്പൊ അരപ്പ് കിട്ടും. അങ്ങനെ നമ്മുടെ ബീഫ് ഞാൻ കറപ്പിക്കുന്നില്ല കേട്ടോ, കാരണം അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇത് ഇങ്ങനെ അങ്ങ് എടുക്കും. ബീഫൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അപ്പുക്കുട്ടനെയും കൊണ്ട് അർച്ചന ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബെൽ ടെസ്റ്റ് ഒക്കെ പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്ന അവരെയും കൊണ്ട് അകത്തോട്ട് പോയി. ഈ കൊച്ചാണെങ്കിൽ അവന് ഫ്രൂട്ടിയും ലേസും ഒക്കെ വാങ്ങി കൊടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അർച്ചന ചേച്ചി എനിക്ക് കുറച്ച് കരിയാപ്പിലയും പിന്നെ അലോവേരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അലോവേര ഉണ്ടായതുകൊണ്ട് അത് ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് നടാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ. ശേഷം ന്യൂസൊക്കെ കണ്ടിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം നല്ല ബീഫ് റോസ്റ്റും പിന്നെ അപ്പവും ചൂടോടെ അമ്മ ചിക്കൻ കറിയൊക്കെ ഏട്ടന് വിളമ്പി കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ അപ്പക്കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പവും കുറച്ച് ചിക്കനും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പക്കുട്ടനാണെങ്കിൽ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്ക് പ്രാങ്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതൊക്കെ 8 നില പൊട്ടിപ്പോയി. കാരണം ഞങ്ങൾ 2 പേരും മറന്നുപോയി കേട്ടോ. എല്ലാവർക്കും വിശന്ന് കണ്ണ് കാണാൻ വയ്യായിരുന്നു. അങ്ങനെ പിന്നെ അപ്പക്കുട്ടനും ഞങ്ങളും എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് അവരെല്ലാം കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഏതോ സിനിമ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കനും ബീഫും എല്ലാം കൂടെ കൂട്ടിയിരുന്ന് വയറ് നിറയെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ബാക്കി എല്ലാവരും അടുക്കളയിലിരുന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ 2 പേരും മാത്രമാണ് ഈ ഹാളിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അല്ല, ട്യൂഷൻ ടീച്ചർ ഉണ്ടായിരുന്നേ പഠിക്കാൻ ഇരുത്തിയെടുത്ത് പാട്ടും കണ്ടോണ്ടിരിക്കുന്നതിന് അടി കൊടുക്കായിരുന്നു. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? പഠിക്കാനിരുത്തിയതല്ലയോ? കണ്ടോ? വഴക്ക് പറ അങ്ങോട്ട്. പാട്ട് കേട്ടോണ്ട് വഴക്ക് പറ അങ്ങോട്ട്. പഠിക്കാനിരുത്തിയിട്ട് അവിടെ സരിഗമ പദനിസ അത് അവിടെ തന്നെ കിടക്കും. ഇനിയും കേക്കാം. പോയിരുന്ന് പഠിക്കിപ്പോ. എന്താ സ്ത്രീകളെ കിടന്നുറങ്ങാതെ അവിടെ കിടന്ന്? സ്ത്രീകളോ?
നമ്മളോ? പിന്നെ നിങ്ങൾ കുട്ടികളാ? ഞാൻ കുട്ടികളാ. ഹലോ കുട്ടികൾ. ഇത് കുട്ടി, അത് ചട്ടി, അത് ചട്ടി, ഇത് കുട്ടി. ചേച്ചിയുടെ ബർത്ത്ഡേ വരാൻ പോവാ. എത്ര വയസ്സാന്ന് ഊഹിക്കാമോ? ഊഹിക്കാലോ. അതിന് മുമ്പേ ഒരാളെ ബർത്ത്ഡേ ഉണ്ട്. അതെ, സന്തോഷം നോക്കിയേ. അന്ന് എന്നെ കളിയാക്കി എന്നെ വേദനിപ്പിച്ചതാ, എനിക്ക് ഓർമ്മയുണ്ട്. ഹൈ 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 ഹൈ. ഞാനൊന്നുമില്ല കല്യാണിയുടെ അനിയത്തിയാണെങ്കിലും പറയാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല. മൊറ കൊണ്ട് മാത്രം. മൊറ സ്വഭാവം കൊണ്ട് മനസ്സുകൊണ്ട് മൊറ ഒരു മുറയും. അടുത്ത മാസം എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. ഞങ്ങളെല്ലാം ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ശ്രു ചേച്ചി ഇപ്പൊ 2ാമത്തെ തവണയാ മിണ്ടായിരിക്കും. ഇനി ഈ മാളികപ്പുറത്തല്ല എന്തോ അമ്മ തച്ചിമ്പുറത്തെ ഒളിച്ചിരിക്കുന്ന യക്ഷിനി ചേച്ചിയാണോന്ന് എനിക്ക് ഡൗട്ടില്ലാതില്ല. കാരണം നോക്കി ടീപ്പൊക്കെ പൊട്ടിക്കുന്നു. അത് ഞാൻ വിചാരിച്ചെന്ന് ശ്രുതി അടുക്കള കയറി കരണ്ട് ചെയ്യുന്നുണ്ട് തപ്പിയിട്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഗോലി പൊട്ടി കിടക്കുന്ന കൂട്ട് കിടക്കുന്നു, നല്ല തിളങ്ങി മരുമോളൂടെ കുപ്പി പൊട്ടിച്ചാന്നാ ഞാൻ വിചാരിച്ചത്. ഇനി അവിടെ പൊട്ടാൻ പാത്രങ്ങളൊന്നും ഇല്ല. പണ്ട് ഞാനായിരുന്നു പാത്രങ്ങളൊക്കെ പൊട്ടിക്കുന്നത് കേട്ടോ. പക്ഷെ ഇപ്പൊ അത് ഞാൻ പോയപ്പോ ചേച്ചിക്ക് കൈമാറിയിട്ടാ പോയ. ഇപ്പൊ ഇവിടെ ആകെ 2 പൊട്ടുന്ന പ്ലേറ്റും കണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊട്ടിച്ച്. ഗ്ലാസ് പിടിയുള്ള 6 ഗ്ലാസ്സാ പോയത് പൊട്ടിച്ച്. അഹങ്കാരി. അതുകൊണ്ട് പിടിയുള്ള ഗ്ലാസ്സിൽ കുടിക്കണ്ടല്ലോ. ഇനി നീ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി എന്നെ പോലെ. അതുകൊണ്ട് ഞാനും പണ്ട് ഓർമ്മയുണ്ടോ വാങ്ങിക്കത്തില്ല. നമ്മൾ 2 പേരും കയറി കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കിലികിലി പൊട്ടിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ആരാ പൊട്ടിക്കുന്നേ? അത് ഒരു പ്ലേറ്റ് പൊട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഒരു പ്ലേറ്റ് ഇതുപോലെ ഞങ്ങൾക്ക് കാരണങ്ങളുണ്ടായിരുന്നു. കുക്കറിന്റെ അടപ്പ് ഞാൻ കഴിഞ്ഞപ്പോ പാവം കുക്കർ എന്റെ കയ്യിൽ നിന്ന് തെറ്റി അങ്ങ് ആ പ്ലേറ്റിന്റെ പുറത്തങ്ങ് ആ പ്ലേറ്റ് അങ്ങ് പൊട്ടി. എന്നിട്ട് കഴുകി കുറെ ഗ്ലാസും എല്ലാം കൂടെ ഒരു ദിവസം കഴുകിയില്ല ബേസിനകത്ത് കൊണ്ടുവന്ന് നിരത്തി എടുത്ത് വെക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ആ ബേസിനോടെ തറ വീണു പോയി. 2 പ്ലേറ്റ് 2 ഗ്ലാസ് ഇതെല്ലാം ഒരുമിച്ച് പൊട്ടിപ്പോയി. ജ്യൂസ് അന്നിട്ട് പണ്ടാരോടങ്ങ എനിക്കാണെങ്കിൽ കൂടുതലത്തെ പനി, അമ്മയാണെങ്കിൽ പനി പിടിച്ച് അവിടെ ചുരുണ്ടുകൂടി കിടപ്പ്. പിന്നെ ലാസ്റ്റ് രാവിലെ സാഹചര്യത്തിന് ചോറ് കൊണ്ടുപോണ്ടേ. പിന്നെ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു, അച്ഛ ഒന്ന് ഹെൽപ്പ് ചെയ്യാ വൃത്തിയാക്കി. പനിയായിട്ട് ഇറങ്ങാതെ ഇടക്കിയത് തെളിവുകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് കളഞ്ഞുവിടായിരുന്നോ? പാത്രം കണ്ടില്ലെന്ന് പറഞ്ഞുവിടായിരുന്നു. അത് മുമ്പൊരിക്കൽ ചെയ്തതാ. പക്ഷെ അബദ്ധത്തിന് ആ പ്ലേറ്റ് പൊട്ടിയത് ആ കക്കൂസിന്റെ അപ്പുറത്തുനിന്ന് ആ വേസ്റ്റ് ഇടുന്നിടത്ത് നമ്മ കണ്ടുപിടിച്ച് പൊക്കി. അതോടെ ഞാനത് നിർത്തി. അല്ല എനിക്ക് പിന്നെ കപ്പൊക്കെ എത്ര നമ്മളെ വീട്ടിൽ ആ പ്ലേറ്റിന്റെ വേസ്റ്റുകൾ അവിടെ അയ്യോ അത് പൊട്ടിയായിരുന്നു അമ്മ. ഓ തോനെ നാളായി കാണും. ഇതൊന്ന് പൊട്ടിയതായിരിക്കും. അതുകൊണ്ടാ ഇപ്പൊ സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവന്നത്. വാങ്ങിക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ച. ഞാൻ കപ്പും വാങ്ങിക്കത്തില്ല, പാത്രവും വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് ഇന്നാളെ എന്താ പാവ എന്റെ കയ്യില് പൈസ എടുത്തിട്ടാണ് ഞാൻ കപ്പുകൾ വാങ്ങിയത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കപ്പുകളൊക്കെ ഞാൻ മേടിച്ചത്. അതുകൊണ്ട് ഞാൻ മേടിക്കണം. അല്ല അടുപ്പിൽ വാങ്ങിച്ചോണ്ട് അവിടെ പോയിരിക്കല്ലേ, അടുപ്പത്ത് പോയിരിക്കല്ലേ. ഇന്ന് പോണില്ല അവിടെ തീങ്ങളും കൊണ്ട്. അല്ല ഞാൻ വീട്ടിൽ മൊത്തം സ്റ്റീലാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ വെള്ളപ്പാത്രം എടുക്കാറേ ഇല്ല. സ്റ്റീൽ എടുത്തെടുത്ത് അച്ഛൻ ചോദിക്കും ഇവിടെ നാടകത്തിന്റെ പണിയടിക്കും. എനിക്ക് കൈ കഴിക്കുന്നു. പാത്രം തറ എനിക്ക് കൈ കഴിക്കുന്നു. തറ വീണ് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ എനിക്ക് കൈ കഴിക്കുന്നു. ഓരോ പ്രാവുന്നു. പിന്നെ ഫോൺ ഇത്ര നേരം പൊക്കി പിടിച്ചോണ്ടിരുന്നാ പിന്നെ കൈ കഴിക്കത്തില്ലേ? ഇല്ല, അന്ധവിശ്വാസി. മറ്റേ പത്തനംതിട്ടക്കാരുടെ കൂടെ കൊണ്ടുവിടാം. ആരൊക്കെയോ കൊന്നില്ലായിരുന്നു. ഇന്ന് നേരം വെളുത്തന്നെ 2ാമത്തെ തെറിയാ വിളിക്കുന്നു. അല്ല ഇവർക്ക് കിട്ടേണ്ട മരുമോൾ ആരായിരുന്നെന്ന് അറിയാമോ? ജോളി. കൂടുതൽ പിടിക്കണ്ട. അടുത്തത് പെങ്ങളെ കൊണ്ട് കുരുടാനിട്ട് കൊല്ലുന്നു. അതങ്ങനെ അടിച്ചിറക്കി കളയുന്ന. അല്ല എന്താ
എനിക്ക് പോയാ അവിടെ പോയി പഠിക്ക്. ബീഫും ചിക്കനൊക്കെ തിന്ന് വന്നത് അമ്മ കിടക്കുന്ന അമ്മയെ കൊച്ച് കടന്നോട്ട് കിടക്കരുത്, പോയിരുന്ന് പഠിക്ക്. പാര നാത്തൂനെ മിണ്ടാതെ കിടക്കടിക്കാലോ. എന്റെ കൈ അഴകി, ഞാൻ നിർത്തട്ടെ. അവള് ജോളിയെ കൊണ്ടുവരുന്നു ഇവിടെ. കൊണ്ടുവരും ഞാനിവിടെ. ഒരു താണ്ഡവമാണ്. എന്നാ നമുക്കില്ല എന്തോ ഇല്ല ഇല്ല എന്തോ ഇല്ല ഒരു സൈന് അല്ല എന്തോ ഇല്ല പാമ്പിനെ വെച്ച് ആരായിരുന്നു. ഇതൊന്നും ഇടല്ലേ, ഇതൊക്കെ ഭയങ്കര പൊങ്കാല വരുന്നതാ. എനിക്ക് നല്ലപോലെ ഏറി കയറണമെന്ന് ആഗ്രഹമില്ല. ഇപ്പൊ തന്നെ ഞാൻ ഏറില്ല. അവര് മനഃപൂർവ്വം എന്നെ എടുത്തിട്ട് ഇത്രയും എന്തോ അല്ല, അവര് മനഃപൂർവ്വം എടുത്തിട്ട് കൊടുത്ത് സന്തൂർ മമ്മി എന്ന് പേര് ഞാൻ പറഞ്ഞാന്ന് വിചാരിച്ചിടുന്ന തുള്ളു. എന്ത് ചെയ്യാനാ, അവർക്ക് കമന്റ് കണ്ടായിരുന്നു എന്ത്. പക്ഷെ അത് പോസിറ്റീവായിട്ടേക്കുന്നത്. അതിന് സന്തൂർ മമ്മി എന്ന് പറയാൻ കല്യാണിക്കാനും വേണ്ടി പ്രായമൊന്നുമില്ലല്ലോ. 29 വയസ്സിൽ എന്റെ ബാലവിവാഹമായിരുന്നു. ഞാൻ ബാലവിവാഹം ഞാനിവിടെ വരുമ്പോ ചേച്ചിക്ക് 30 വയസ്സായിരുന്നു. ഇപ്പൊ എനിക്ക് 27 വയസ്സേ ഉള്ളായിരുന്നു. 30 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ ഇയാളുടെ കാണാൻ അന്നത്രായിരുന്നു. അതല്ലൊരു 10-35 വയസ്സുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് ചെറുപ്രായത്തിലുണ്ടായ കൊച്ച. അമ്മക്ക് അമ്മക്ക് കലം കമത്തി ഉണ്ടായ കൊച്ച. പക്ഷെ ഇത് വെറുതെ കയറി വന്നതാ, അധികം പറ്റായിട്ട്. അല്ലേ അമ്മ, അധികം പറ്റായിട്ട് കയറി വന്നയാ. അധികം പറ്റുന്നല്ല. ഈ വീട്ടിൽ ആകെയുള്ള ഒരു പെൺതരിയാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്കൊരു പുത്രനാണ്, അമ്മയ്ക്ക് ഒരു പുത്രനും ഒരു പുത്രിയാണ്, കല്യാണിക്കും ഒരു പുത്രനാണ്. അപ്പൊ ഈ വീട്ടിൽ ആകെ. പക്ഷെ അല്ല ആ പെൺതരി ഞാൻ മാറ്റും. ഞാൻ കണ്ടിന്യൂ ആയിട്ട് പ്രസവിച്ച് ഒരു പെൺകൊച്ചിലെ നിർത്തും. അത് ഞാൻ നിർത്തിക്കും. എനിക്ക് അല്ലേലും 3 പിള്ളേർ വേണമെന്നാ ഞാൻ ശ്രമിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ 4ാമത് പെണ്ണാണോ നോക്കും. ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നോണ്ട് എനിക്ക് പെണ്ണൊച്ചുണ്ടാവാതിരിക്കണ്ട. അല്ല, അപ്പോഴത്തേക്ക് ഞാൻ മാക്സിമം ഇവിടെ പെണ്ണെന്നുള്ള അടുത്തത് ഞാൻ ഇരട്ട പിള്ളേരാവണേന്ന് പ്രാർത്ഥിക്കും. 2 ഇരട്ട പെൺപിള്ളേര്. ഇവർക്ക് 2 പെൺപിള്ളേരായിരുന്നു. തലയെ തുണിയും കെട്ടി ഓടണം. കല്യാണിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കേട്ടതല്ലായിരുന്നോ ഗൈസ്? അതൊന്നും എനിക്ക് ഓടും. ഒരു കൊച്ചിനെ കൊണ്ട് കിടന്ന് ഇപ്പൊ ഒരുമിച്ച് 2 കൊച്ചു വേണം. എന്റെ പൊന്നെ. അല്ല അതെനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാനൊരു മന്ദബുദ്ധിയായിരുന്നു. പക്ഷെ ഇനി ഞാൻ രാജാവാ. ഇനി ഞാൻ നിൽക്കും. ഇനിയിപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പിള്ളേര് കരയുന്നത് എന്താണോ അതും ഇതും എല്ലാം അറിയാം. അന്ന് നമ്മള് കൊച്ചു പിള്ളേരല്ലേ, അറിയത്തില്ലല്ലേ. പിള്ളേർക്ക് അല്ലെങ്കിലും എങ്ങും ഒരു നിലയില്ല. ഇന്ന് രാജാവാ. അതെല്ലായിടത്തും അങ്ങനെ തന്നെ, കാരണം എക്സ്പീരിയൻസ് ആയി. എന്നെ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കരയുമ്പോ എന്റെ അമ്മ എന്റെ ചന്തിക്കിട്ട് 2 തല്ലു. നല്ല ഓർമ്മയാ. ഈ ഓർമ്മയെ കുറിച്ച് PSC പഠിക്കാൻ എടുത്തായിരുന്നെങ്കിൽ ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ കയറിയിരുന്നു. അല്ലേ അമ്മ? നല്ല കുഞ്ഞിനെ ചന്തിക്കടിച്ച കഥയൊക്കെ പറയുന്നത്. എന്നാലും മുഖത്ത് കൊള്ളും അത്. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നിട്ട് അപ്പുക്കുട്ടന് കരാട്ടയ്ക്ക് പോകണമായിരുന്നു കേട്ടോ 4 മണിക്ക്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോഴത്തേനും നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ നേരെ ചാടിത്തുള്ളി ഷീജാൻറ്റിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ നല്ല പോർക്കിൻ്റെ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വിത്ത് പഴംപൊരി. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേനും അതെല്ലാം എടുത്ത് എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ ഇത് ഇച്ചിരി കഴിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പോർക്കും പഴംപൊരിയൊക്കെ കഴിക്കുന്നത്. ബീഫും പഴംപൊരിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഷീജാൻറ്റിയോട്ടിരുന്ന് കത്തിയൊക്കെ പറഞ്ഞിട്ട് അവസാനം രാത്രി ആവാറായി കേട്ടോ. എന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാറായപ്പോഴത്തേന് ഞാൻ മനസ്സില്ലാ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നോർമലായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നൊന്നും ആരും പറയല്ലേ. നമ്മൾ നോർമലായിട്ടൊരു വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.